അപ്പം ബാരോമീറ്റർ പെട്ടെന്ന് താന്നാൽ കൊടുങ്കാറ്റ്, പെട്ടെന്നുള്ള ഉയർച്ച പ്രസന്ന കാലാവസ്ഥ, പതിയെ പതിയുള്ള താഴ്ചയേതാണ് മഴയെ സൂചിപ്പിക്കുന്നതാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് റാങ്ക് മേക്കിംഗ് സീരീസ് 5 അല്ലേ? റാങ്ക് മേക്കിംഗ് സീരീസ് 4 നമ്മൾ പഠിച്ചു. കുറേ റിവിഷനുമായി നടത്തി ഒത്തിരി പേര് കമൻറ്റുകൾ ഇട്ടു. അതൊക്കെ കാണുമ്പം നമുക്കൊരു സന്തോഷമാണ്. ഓരോ അധ്യാപകനും ആ വരികൾ കാണുമ്പോൾ, ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നപ്പോഴും നിങ്ങളോട് പറഞ്ഞു, കുറേ മെസ്സേജ് ഇട്ടപ്പം അതൊക്കെ വൈകുന്നേരങ്ങളിലും രാത്രി കിടക്കാൻ നേരത്തും ഒക്കെ അധ്യാപകർ വായിച്ചു നോക്കുമ്പോൾ, കാരണം നമ്മളെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അവർക്കൊരു റിവിഷനായി, അവർക്കതൊരു പ്രതീക്ഷയായി, കാരണം കുറേ പഠിച്ചത് ഓർമ്മ വരാൻ പറ്റി എന്ന് പലരും മെസ്സേജ് ഇട്ടു. ഇതൊക്കെ മതി സന്തോഷിക്കാൻ. ഒരു അധ്യാപകൻ ഇതിൽ കൂടുതൽ എന്താണ്? അതുപോലെ നിങ്ങളോടും എനിക്ക് എടുത്ത് പറയാനുള്ളത്, വാശിയോടുകൂടി നിങ്ങൾ പഠിച്ച് എത്രയും പെട്ടെന്ന് ജോലി കിട്ടിപ്പോവുക. ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഓർക്കണമെന്നില്ല. അതുവരെ ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടിന് നിങ്ങളുടെ എപ്പോഴും പിന്തുണയുണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച് ജോലി നേടുക, അതാണ് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനൊരു കൂട്ടായിട്ട് ഞങ്ങൾ കൂടെ കാണും. വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഒരു ജോലി കിട്ടാൻ. പിന്നെ മനസ്സിലിപ്പം ടെൻഷൻ ആയിരിക്കും അല്ലേ? ഓരോരുത്തർക്കും ടെൻഷൻ അടിച്ചു തുടങ്ങി കാണും. പരീക്ഷ ഇങ്ങനെ വന്നു, എല്ലാവരും പഠിക്കുന്നു, അവിടെ ഇവിടെ എവിടെയൊക്കെ നോക്കിയാലും PSC പഠനം തന്നെ, ഒന്നുകിൽ LD ക്ലർക്ക് അല്ലെങ്കിൽ LGS ഇങ്ങനെ നേടുക എന്നുള്ള രീതിയിലാണ് പലരും മുന്നോട്ട് പോകുന്നത്. അവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, വേറെ ഒന്നും, നിങ്ങൾ അധിക ചിന്താഗതി വരാതിരുന്നാൽ മതി. കൂടുതലും ചിന്തിക്കുന്ന, ഇപ്പോൾ ഒത്തിരി പഠിച്ചു വരുന്നവരാണ് ചിന്തിക്കുന്നത്, ഇത് ഞാൻ പഠിച്ചതൊക്കെ വരുമോ, എല്ലാം ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ, അതോ ഇനി ആ ഹാളിൽ പോകുമ്പോൾ എനിക്ക് തെറ്റുമോ, അതോ ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ പരീക്ഷാ ഹാളിൽ എനിക്ക് മാർക്ക് പോകുന്നല്ലോ, ഈ പ്രാവശ്യം ഇതേ അബദ്ധമാണോ പറ്റുന്നത്, കുറേ നാൾ കൊണ്ട് ഇങ്ങനെ എഴുതി ഇപ്പം കിട്ടും, നാളെ കിട്ടും, അടുത്ത പരീക്ഷ കിട്ടും എന്നും പറഞ്ഞ് ഞാൻ പോകുന്നുണ്ടല്ലോ, കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന രീതിയിൽ പോകുന്നുണ്ട്. പോട്ടെ, കഴിഞ്ഞതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നാൽ അങ്ങനെ ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടും. അത് കുറച്ച് വെയിറ്റ് ചെയ്താലും നമ്മൾ നേടിയിട്ടേ പിന്മാറാവും. അല്ലാതെ എനിക്ക് 1 കിട്ടിയില്ല, 2 കിട്ടിയില്ല, 3 കിട്ടിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ പിന്മാറി നോക്കേ, പിന്നീട് നിങ്ങൾ ഒരു പ്രൈവറ്റ് ജോലി ചെന്ന് കയറിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പം പ്രൈവറ്റ് ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കും. അന്നേരം വിചാരിക്കും, കുറച്ച് നാളും കൂടെ അല്ലെങ്കിൽ ഒരു 4-5 പരീക്ഷകളും കൂടെ ഞാൻ മെനക്കെട്ടൊന്ന് നോക്കിയിരുന്നെങ്കിൽ ഏതെങ്കിലും ചെയ്യായിരുന്നു. കാരണം നോക്കുമ്പോൾ പഠിച്ചതൊക്കെ അടുത്തതിൽ വരുന്നു, ആ ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ മുമ്പിലേക്ക് പോകുന്നത് നല്ല വാശിയോടുകൂടി പോയാൽ, നിങ്ങൾ ആ സിസ്റ്റമാറ്റിക് രീതിയിൽ പോയാൽ, റിവിഷനും കേട്ട് മോക്ക് ടെസ്റ്റും ചെയ്ത് OMR പരീക്ഷ എഴുതി സ്കൂൾ ടെസ്റ്റും കവർ ചെയ്തു, നല്ലൊരു ഓരോ ഭാഗങ്ങളും കവർ ചെയ്ത് പോയാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. പിന്നെ സിമ്പിളായിട്ട് പോവുക. പിന്നെ നിങ്ങളോട് എനിക്ക് പറയുന്നത്, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ അങ്ങ് പഠി. അതേ എനിക്ക് പറയാവുള്ളൂ. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, വീട്ടുകാർ മാക്സിമം പഠിക്കുക. പിന്നെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിലല്ലേ ഈ ഒരു വർഷം ഞാൻ ഇതിനു വേണ്ടി അങ്ങ് മാറ്റി വെക്കുക എന്നങ്ങ് ചിന്തിക്കുക. നിങ്ങളിപ്പം പലരും പറഞ്ഞു കാണും, സാറേ കുറേ വർഷം കൊണ്ട് ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു. അത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി കുറേ വർഷങ്ങളായി കാണും, കുറേ വർഷം കൊണ്ട് കേട്ട് ഇതെല്ലാം ഒരു ചെവി കൂടെ കേക്ക്, മറു ചെവി കൂടെ കളഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. മുമ്പിൽ വന്ന ഇനിയും അവസരങ്ങൾ വന്നില്ലേ, ചിലപ്പോൾ ആ പരീക്ഷയിൽ കുറച്ച് പേര് കയറി, അവർക്ക് ഭാഗ്യം വന്നില്ലേ, അവരും ഇതുപോലെ നിങ്ങളെപ്പോലെ പ്രാർത്ഥിച്ചല്ലേ, ഇനി അടുത്ത പരീക്ഷ ചിലപ്പം നിങ്ങൾക്കായിരിക്കും അത് വിധി വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലെ പ്രാർത്ഥിച്ച് പഠിച്ചു അവരൊക്കെയാണ് ഇപ്പം കുറേ പേര് കയറി, LDCയിലായാലും LGS, പോലീസ്, ഫയർഫോഴ്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അങ്ങനെ കുറേ പേര് കയറുന്നു. അടുത്ത പരീക്ഷ ചിലപ്പോൾ ആ ഒരു വിധി നിങ്ങളുടെ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മുന്നേറിയാൽ വേറെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് നല്ലൊരു ജോലി കിട്ടി, ആ ഒരു പൈസ 1-ാം തീയതി കിട്ടുന്ന ആ ശമ്പളം നിങ്ങളുടെ അഭിമാനത്തോടു കൂടി കൊണ്ടുവന്ന് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലോട്ടൊന്ന് കൊടുക്കുക. ആ ആദ്യത്തെ ശമ്പളം കൊടുത്താലും ബാക്കി ശമ്പളമൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ചിട്ടിക്ക് കൊടുക്കാം, KSFയിൽ കൊടുക്കാം. ഓരോരോ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്കത് എടുക്കാം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ട് ആ മാസത്തിൽ ഒന്ന് കറങ്ങാൻ പോകണമെങ്കിലും ഒക്കെ ഒത്തിരി ഒരു കയ്യിലൊരു സേഫായിട്ടുണ്ടല്ലോ. പിന്നെ അസുഖ കേസുകൾ വന്നാലും നമുക്ക് എന്തുകൊണ്ടും ഒരു ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, വാശിയോടുകൂടി പഠിക്കുക. പിന്നെ എല്ലാവർക്കും ഒന്നും ഒരേപോലുള്ള കഴിവുകളൊന്നുമില്ല, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് ഓർമ്മിക്കത്തില്ല, ചിലപ്പം വീട്ടിൽ സാഹചര്യങ്ങളില്ല, പഠിച്ച് കറക്റ്റ് എല്ലാ നേരവും ഒരേപോലെ ഇരിക്കുന്ന സാഹചര്യമില്ല, ചിലപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് ജോലിക്കൊക്കെ പോയിട്ട് ഓടി വന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പം കിട്ടുന്ന സമയത്ത് ഉള്ളത് പഠിച്ചെടുക്കാം എന്നുള്ളത്, അത് മതി. ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഉള്ളത് പഠിച്ചെടുക്കുക, കിട്ടുന്ന സമയം മാക്സിമം ഫലവത്താക്കുക കേട്ടോ. നല്ല കൂട്ട് സെറ്റൊക്കെ കൂടിയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്ത്, ഫോണിൽ കൂടെ കമ്പൈൻ ചെയ്യുന്നവരുണ്ട്. ഇന്ന ടോപ്പിക്ക് കഴിഞ്ഞോ, കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങളെ സിലബസ് അനുസരിച്ച് കുറേശ്ശെ ടോപ്പിക് അനുസരിച്ച് നിങ്ങൾ പോകും. അപ്പോൾ എല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾക്കോട് പറയുന്നത്, വാശിയോടുകൂടി പഠിച്ചാൽ മതി. ഇത് ഞാൻ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് പോലെയാണ് റാങ്ക് മേക്കിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് അടുത്ത കാലത്ത് ചോദിച്ച കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ്. ഒത്തിരി സമയം കത്തിയടിച്ച് ഞാൻ പോകുന്നില്ല, പോട്ടെ. അപ്പോൾ ഓരോരുത്തരോടും പറയാനുള്ളത്, നല്ല കുറേ ക്വസ്റ്റ്യനുകളുമായിട്ടാണ് ഇന്ന് വന്നത്. പഠിക്കണേ, ഇതങ്ങ് ഇന്ന് കിട്ടുന്നത് ഇന്ന് തന്നെ അങ്ങ് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, ഈ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതെന്ന് വെച്ചാൽ ഡെസിബലാണ് അല്ലേ? ഡെസിബലാണ് ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതെന്ന്
ചോദിച്ചാൽ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സ് അല്ലേ, അക്വാസ്റ്റിക്സ് ആണ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. പ്രകാശം ഒപ്റ്റിക്സ് ആണെങ്കിൽ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? അക്വാസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് അല്ലേ. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ഞാൻ കുറച്ച് കാര്യമേ ഉള്ളൂ. വിമാനത്തിൻ്റെ ശബ്ദം എത്ര ഡെസിബലാണ്? വിമാനത്തിൻ്റെ ശബ്ദം 120 ഡെസിബലാണ് അല്ലേ. വിമാനത്തിൻ്റെ ശബ്ദം 120 ഡെസിബൽ. നമ്മുടെ ചെവിക്ക് അരോചകമായ അല്ലെങ്കിൽ ചെവിക്ക് തകരാറ് സംഭവിക്കാവുന്ന ശബ്ദം എത്ര ഡെസിബലാണ്? 120 ഡെസിബലിന് മുകളിലാണ്. ചെവിക്ക് തകരാറ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചെവിയുടേത് എന്ന് നോക്കുമ്പോൾ 120 ഡെസിബലിന് മുകളിലാണ്. ജെറ്റ് വിമാനം എത്രയാണെന്ന് അറിയാമോ? ജെറ്റ് വിമാനം 140 ഡെസിബലാണ്. അപ്പോൾ ജെറ്റ് വിമാനത്തിൻ്റെ ശബ്ദം എത്ര ഡെസിബലാണ്? 140 ഡെസിബലാണ്. റോക്കറ്റിൻ്റെ ശബ്ദം എത്രയാണെന്നും PSC പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. 170 ഡെസിബലാണ്. 170 റോക്കറ്റിൻ്റെ. താഴോട്ട് ഞാൻ എഴുതാഞ്ഞില്ല, അത് ഇത് കൂടുതലും PSCക്ക് കണ്ടത് കൊണ്ട് ചോദിച്ചത്. അപ്പോൾ വിമാനത്തിൻ്റെ ശബ്ദം എത്രയാണ്? 120 ഡെസിബൽ. ചെവിക്ക് തകരാറ് എത്രയാണ്? 120 ഡെസിബലിന് മുകളിലാണ്. ജെറ്റ് വിമാനം എത്രയാണ്? 140 ഡെസിബലാണ്. റോക്കറ്റിൻ്റെ എത്രയാണ്? 170 ഡെസിബലാണ് റോക്കറ്റിൻ്റെയൊക്കെ പ്രവർത്തന തത്വം എത്രയാണ്? മൂന്നാം ചലന നിയമം അല്ലേ. റോക്കറ്റിൻ്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് മൂന്നാം ചലന നിയമം നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തോക്കിൻ്റെ കാര്യത്തിലും മൂന്നാം ചലന നിയമം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിനെ. ചലന നിയമങ്ങൾ ആരുടെയാണ്? ഐസക് ന്യൂട്ടൻ അല്ലേ. ചലന നിയമങ്ങൾ കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണ്. അതുപോലെ ഗലീലിയോ ചലന നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ അല്ലേ സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത്. സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. പിന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഐസക് ന്യൂട്ടൻ അല്ലേ? ആണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്? ഐസക് ന്യൂട്ടൻ്റെ കൃതിയാണ്. അപ്പം പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം, സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത്, നമ്മുടെ ചലന നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ചതായിരുന്നു വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഐസക് ന്യൂട്ടനാണ്. ആരുടെ പ്രധാന കൃതി ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം കണ്ടെത്തിയതാരാ? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. അപ്പോൾ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണെങ്കിൽ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് അല്ലേ, നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചതായിരുന്നു വെച്ചാൽ ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് നമ്മൾ പറയേണ്ടത്. അപ്പം ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് പറഞ്ഞ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടില. ശബ്ദ തീവ്രതയുടെ ഡെസിബൽ ആണെങ്കിൽ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? കാണ്ടില. പ്രകാശം ഏതുതരം തരംഗമാണ്? പ്രകാശം ഏതുതരം തരംഗ? അനുപ്രസ്ഥ തരംഗം അല്ലേ. അനുപ്രസ്ഥ തരംഗമാണ് പ്രകാശം. ശബ്ദമാണ് അനുദൈർഘ്യ തരംഗം പറയേണ്ടത്. അപ്പോൾ പ്രകാശം പ്രസ്ഥ തരംഗമാണെങ്കിൽ ശബ്ദം ഏതാണ്? അനുദൈർഘ്യ തരംഗമാണ് ശബ്ദം എന്ന് പറയുന്നത്. ഈ സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് വരുന്നത്, സൂര്യനിൽ നിന്നുള്ള താപം ഏത് കിരണങ്ങളാണ്? ഇൻഫ്രാറെഡ് ആണ്. അപ്പോൾ സൂര്യതാപം ഏതാണ്? ഇൻഫ്രാറെഡ്. പക്ഷേ സൂര്യനിൽ നിന്നുള്ള സൂര്യാഘാതം ചിലവർക്ക് സംഭവിക്കല്ലേ, അതിന് കാരണം ഏതാണെന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ് ആണ്. അപ്പോൾ സൂര്യനിലെ ചൂട് എന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡും, സൂര്യനിൽ നിന്ന് ശരീരത്തേക്കുന്ന സൂര്യാഘാതത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ് ആണ് പറയേണ്ടത് കേട്ടോ. കള്ളനോട്ട് കണ്ടുപിടിക്കാൻ അൾട്രാ വയലറ്റ്, നെയ്യിലെ മായം തിരിച്ചറിയുന്നത് അൾട്രാ വയലറ്റ് അല്ലേ. കള്ളനോട്ട് കണ്ടുപിടിക്കാനും നെയ്യിലെ മായം തിരിച്ചറിയുന്നതും ഒക്കെ നമുക്ക് പറയുന്നത് അൾട്രാ വയലറ്റ് രശ്മികളാണ്. അതൊന്ന് ഓർക്കുക. 20 ഡെസിബലിന് താഴെയുള്ളത് നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് വിളിക്കും. 20,000 ഹെഡ്സിന് മുകളിലാണ് അൾട്രാസോണിക് ശബ്ദം എന്ന് വിളിക്കുന്നത്. അത് തെറ്റിപ്പോരുത്. 20 ഹെഡ്സിൽ താഴെയുള്ള ശബ്ദം ഏതാണ്? ഇൻഫ്രാസോണിക്. 20,000 ഹെഡ്സിന് മുകളിലേതാണ്? അൾട്രാസോണിക് ശബ്ദം. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് കഴിഞ്ഞ്. ഒന്നാമത്തെ ടോപ്പിക്ക് ഏതായിരുന്നു? വിമാനത്തിൻ്റെത് 120 ഡെസിബൽ, ചെവിക്ക് തകരാറ് 120ന് മുകളിലാണ്. പിന്നെ ജെറ്റ് വിമാനം 140, റോക്കറ്റിൻ്റെത് 170മാണ്. റോക്കറ്റിൻ്റെ പ്രവർത്തന തത്വം എത്രാം ചലന നിയമമാണ്? മൂന്നാം ചലന നിയമം. രണ്ടാം ഘട്ടത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതെന്ന്? കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് നോട്ടാണ് അല്ലേ. നോട്ട്. ഒരു നോട്ട് എന്ന് പറയുന്നത് 1.852 km/h ആണ്. ഒരു നോട്ട് എന്ന് പറയുന്നത് 1.852 km ആണ്. അപ്പോൾ കപ്പലുകളുടെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? യൂണിറ്റ് ഏതാണ്? നോട്ടാണ് അല്ലേ. കപ്പലുകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ്? കപ്പലുകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്ലവക്ഷേമ ബലമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ. കപ്പലുകൾ ജലത്തിൽ പൊങ്ങിക്കിടന്ന് പോകുന്നതിന് കാരണം എന്താണ്? പ്ലവക്ഷേമ ബലമാണ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ കപ്പലിൻ്റെ പേരറിയാമോ? ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ കപ്പൽ
വിക്ടോറിയ. ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ കപ്പൽ ഏതാണ്? വിക്ടോറിയ. അതായത് മെഗല്ലൻ സഞ്ചരിച്ച കപ്പൽ ഏതാന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? മെഗല്ലൻ അല്ലേ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ വ്യക്തി? അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? വിക്ടോറിയയാണ് നമ്മൾ പറയേണ്ടത്. അപ്പം ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതായിരുന്നു? വിക്ടോറിയയാണ്. മെഗല്ലൻ സഞ്ചരിച്ച കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് വിക്ടോറിയയാണ്. മെഗല്ലൻ അല്ലയോടെ പസഫിക് സമുദ്രം കണ്ടുപിടിച്ചത്? പസഫിക് സമുദ്രത്തെ ശാന്തസമുദ്രം എന്ന് വിളിച്ചതാരെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് മെഗല്ലനാണ്. പസഫിക് സമുദ്രത്തെ ശാന്തസമുദ്രം എന്ന് വിളിച്ചതാരെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് മെഗല്ലനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ത്രികോണാകൃതിയിലാണ് പസഫിക് സമുദ്രം. മറന്നുപോരുത്, ത്രികോണാകൃതിയിൽ പസഫിക് സമുദ്രം, എസ് ആകൃതിയിൽ അറ്റ്ലാന്റിക് സമുദ്രം. നമ്മുടെ ടൈറ്റാനിക് ദുരന്തം നടന്നത് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ടൈറ്റാനിക് ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അതുപോലെ ഗ്രാൻഡ് ബാങ്ക് മത്സ്യബന്ധന തുറമുഖം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? ബർമുഡ ട്രയാങ്കിൾ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ഗ്രാൻഡ് ബാങ്ക് മത്സ്യബന്ധന എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എസ് ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം ഏതാകൃതിയാണ്? എസ് ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രമാണ് ഏറ്റവും ചെറിയ സമുദ്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഒക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഒക്കെ കിടക്കുന്നത് കേട്ടോ. ബംഗാൾ ഉൾക്കടൽ എന്നൊക്കെ പറയാറില്ലേ? ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണേ. അപ്പോൾ കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ട്. ഒരു നോട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1.852 km/h ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് മാക് നമ്പർ. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മാക് നമ്പർ. ഒരു മാക് നമ്പർ 340 m/s ആണ്. മറന്നുപോരുത്. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മാക് നമ്പറുകളാണ് അല്ലേ? ഇന്ത്യയിൽ റോക്കറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആരാന്നറിയാമോ? ഇന്ത്യയിൽ റോക്കറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് നമ്മുടെ ടിപ്പു സുൽത്താനാണ്. മറന്നുപോരുത്. റോക്കറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. പീരങ്കി കൊണ്ടുവന്നത് മുഗൾ രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ ബാബറാണ്. പീരങ്കി നടപ്പിലാക്കിയ രാജാവ് ആരാണ്? മുഗൾ രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ ബാബറും. റോക്കറ്റ് കൊണ്ടുവന്നത് ആരാണ്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ ആ ഉടമ്പടി ഒന്ന് പറഞ്ഞേടെ. ടിപ്പു സുൽത്താന്റെ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 അല്ലേ? മലബാർ ഇന്ത്യ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഉടമ്പടി ഏതാണെന്ന് സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. മലബാർ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഉടമ്പടിയുടെ പേരും ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വർഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? 1792. 1792. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു രാജാവാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ശ്രീരംഗപട്ടണം, നമ്മുടെ ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വിജയത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷമൊക്കെ ശ്രീരംഗപട്ടണത്ത് നട്ടത് നമ്മുടെ ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ടിപ്പു സുൽത്താന്റെ ഉടമ്പടി ഏത് വർഷം? 1792. എന്നാൽ ടിപ്പു കൊല്ലപ്പെട്ടതെന്നറിയാമോ? 1799. അപ്പോൾ ടിപ്പു കൊല്ലപ്പെട്ട വർഷം ചോദിച്ചാൽ 1799. ടിപ്പു സുൽത്താന്റെ ശ്രീരംഗപട്ടണ ഉടമ്പടി 1792 നമ്മൾ പറയേണ്ടത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ട ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ മിസൈലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാ? മാക് നമ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ബാരോമീറ്ററിനെ കുറിച്ച് പറയാം. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ഇറ്റലിക്കാരനായ ടോറിസെല്ലിയാണ് അല്ലേ? ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. മെർക്കുറിയുടെ അല്ലേ കൂടുതലും ദ്രാവകം. ബാരോമീറ്ററിൽ പെട്ടെന്നുള്ള താഴ്ച കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്നു. ബാരോമീറ്ററിൽ പെട്ടെന്നുള്ള താഴ്ച കൊടുങ്കാറ്റിനെയും പെട്ടെന്നുള്ള ഉയർച്ച പ്രസന്നമായ ഒരു കാലാവസ്ഥ. അപ്പം ബാരോമീറ്ററിൽ പെട്ടെന്നുള്ള താഴ്ച കൊടുങ്കാറ്റും ബാരോമീറ്ററിലെ പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന ആ ഉയർച്ച പ്രസന്ന കാലാവസ്ഥ. ഇനി പതിയെ താഴ്ച വരികയാണെങ്കിൽ മഴയെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ബാരോമീറ്ററിൽ പെട്ടെന്ന് താന്നാൽ കൊടുങ്കാറ്റ്, പെട്ടെന്നുള്ള ഉയർച്ച പ്രസന്ന കാലാവസ്ഥ, പതിയെയുള്ള താഴ്ച ഏതാണ്? മഴയെ സൂചിപ്പിക്കുന്നതാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ടോറിസെല്ലിയാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമല്ലേ ബാരോമീറ്റർ? ഓക്കെ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ചലന ജഡത്തിനത്തിന് 2 ഉദാഹരണങ്ങൾ നൽകുക. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാടെ? ആദ്യം അത് പഠിച്ചേ. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലിയാണ് അല്ലേ? ഗലീലിയോ ഗലീലിയാണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത്. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് അല്പം ദൂരം കുറച്ച് ഓടി വരുന്നത് കാണാം അല്ലേ? അത് ചലന ജഡത്വമാണ്. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് അല്പം ദൂരം ഓടുന്നത് ഏതാണ്? ചലന ജഡത്വം. സ്വിച്ച് ഓഫ് ചെയ്ത ഫാൻ കുറച്ചു നേരവും കൂടി കറങ്ങുന്നത് ഏത് ജഡത്വമാണ്? അതും ചലന ജഡത്വമാണ്. സ്വിച്ച് ഓഫ് ചെയ്ത ഫാൻ അല്പവും കൂടെ നേരം കുറച്ചു നേരവും കൂടെ കറങ്ങുന്നത് ചലന ജഡത്വമാണ്. അതൊന്ന് പഠിച്ചു നോക്കണം. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ
യാത്രക്കാർ പെട്ടെന്ന് പിന്നിലോട്ട് വരുന്നത് കാണാം അല്ലേ, അതൊരു നിശ്ചല ജഡത്വമാണ്. അടുത്ത നോക്കെ, അടുക്കി വെച്ചിരിക്കുന്ന ഒരു ക്യാരംസ് കോയിൻസ് അടി തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തിറപ്പും, ബാക്കി എല്ലാം കറക്റ്റായിട്ട് അവിടെ തന്നെ നടുക്ക് തന്നെ നിൽക്കും. അടിയിലത് മാത്രം കറക്റ്റ് പോകുന്നത് അതും നിശ്ചല ജഡത്വമാണ്. മാവിൻ്റെ കൊമ്പ് കുലുങ്ങുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതും നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതും ഏത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അടുത്ത നോക്കെ, ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടനാണ്. ബലത്തിൻ്റെത് നേരത്തെ ബലത്തിൻ്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ ഡൈനെ പറയാവൂ. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഡൈൻ. ഒരു ന്യൂട്ടൻ എന്ന് പറയുന്നത് 10⁵5 ഡൈൻ ആണ്. ഒരു ന്യൂട്ടൻ എന്ന് പറയുന്നത് 10⁵5 9. അപ്പം ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൻ. CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ ആണ്. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ഏതാ? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് അല്ലേ. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ ജൂളാണ്. പക്ഷേ ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് എർഗാണ് നമ്മൾ പറയേണ്ടത്. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് ഏതാണ്? 10⁻7 എർഗാണ് നമ്മൾ പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പ്രകാശവർഷമാണ് കേട്ടോ. ദൂരത്തിനെ കുറിച്ചുള്ളതാണ് പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. അപ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 × 10⁻12 കിലോമീറ്റർ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത നോക്കെ, സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുന്നത്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 15 കോടി കിലോമീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 15 കോടി കിലോമീറ്റർ ആണ് സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം. ഒരെണ്ണം കൂടെ ഉണ്ട്, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് പാർസെക്കൻഡ് എന്നാണ് വിളിക്കുന്നത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാ? പാർസെക്കൻഡ്. ഒരു പാർസെക്കൻഡ് 3.26 പ്രകാശ വർഷമാണ് കേട്ടോ. അപ്പോൾ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പ്രകാശ വർഷമാണ് അല്ലേ, പ്രകാശ വർഷമാണ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് ഏതാണ്? നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പാർസെക്കൻഡ്, നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് പ്രകാശ വർഷമാണ് നമ്മൾ പറയേണ്ടത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത, പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ചുവപ്പ്, പച്ച, നീല. ദ്വിതീയ വർണ്ണങ്ങളല്ല, ചിത്രകാരന്മാരുടെ പ്രാഥമിക വർണ്ണങ്ങളിൽ പച്ച വരരുത്. ചുവപ്പ്, മഞ്ഞ, നീല. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങളിൽ ആരൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ചിത്രകാരന്മാരുടെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, മഞ്ഞ, നീല. പ്രിന്റിങ്ങിലെ പ്രാഥമിക വർണ്ണങ്ങൾ മഞ്ഞ, മജന്ത, സിയാനാണ്. പ്രിന്റിങ്ങിനടുത്ത പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞ, മജന്ത, സിയാൻ. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ചിത്രകാരന്മാരുടെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാ? ചുവപ്പ്, മഞ്ഞ, നീല. ഇനി പ്രിന്റിങ്ങിലെ പ്രാഥമിക വർണ്ണങ്ങൾ മഞ്ഞ, മജന്ത, സിയാനാണ് അത് ഉദ്ദേശിക്കുന്നത് ദ്വിതീയ വർണ്ണമായിട്ട്. അടുത്തത് ഡിഗ്രി സെൽഷ്യസ് നോക്കെ. ഐസ് ഉരുകുന്നത് നിങ്ങളോട് ചോദിക്കുകയാണ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. പക്ഷെ അത് എത്ര ഫാരൻഹീറ്റ് ആണ്? 32 ഫാരൻഹീറ്റ്. പറഞ്ഞ അപ്പം ഐസ് ഉരുകുന്ന 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് ഫാരൻഹീറ്റ് ചോദിച്ചാൽ 32ഉം അത് കെൽവിൻ എത്ര എന്ന് ചോദിച്ചാൽ 273 അപ്പോൾ ഐസ് ഉരുകുന്നത് സെറ്റാക്കി മാറ്റി. ഏതാണ് ഐസ് ഉരുകുന്നത്? എത്ര ഡിഗ്രി സെൽഷ്യസ്? സെൽഷ്യസ് ചോദിച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് ചോദിച്ചാൽ 32 ഫാരൻഹീറ്റ്. 273 കെൽവിനാണ്. 273 കെൽവിനാണ് ഐസ് ഉരുകുന്നത്. അടുത്ത ശരീരോഷ്മാവിൻ്റെ കാര്യം പറഞ്ഞേ. ശരീരോഷ്മാവ് നമുക്കറിയാം 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ. അത് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ്, 98.6 ഫാരൻഹീറ്റും 310 കെൽവിനും. 310 കെൽവിനുമാണ് ഏതെന്ന് പറയുന്ന ശരീരോഷ്മാവ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളേ അല്ലേ, എന്നാലും ഇതങ്ങ് പഠിച്ചേരെ. പലർക്കും ഹാളിൽ പോകുമ്പോൾ എല്ലാവരും ഡിഗ്രി സെൽഷ്യസ് മാത്രമേ പഠിക്കൂ, അതുകൊണ്ടാണ് ഇതും കൂടെ എടുത്തുകൊണ്ട് വന്നത്. ജലം തിളയ്ക്കുന്നത് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ്. അത് എത്ര ഫാരൻഹീറ്റ്? 212 ഫാരൻഹീറ്റും 373 കെയുമാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ പറഞ്ഞേ. ഐസ് ഉരുകുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ്, 273 കെൽവിൻ. 37 ഡിഗ്രി സെൽഷ്യസ് ശരീരോഷ്മാവ്, 98.6 ഫാരൻഹീറ്റ്, 310 കെൽവിൻ. 100 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്, 212 ഫാരൻഹീറ്റ്, 373 കെൽവിൻ. കിട്ടുമല്ലോ. അതെ, ഇനി ഒരു 2 ചോദ്യങ്ങളും കൂടെ നോക്കേ. ഇത് കറക്റ്റ് സെയിം ആവുന്നൊക്കെ. ഫാരൻഹീറ്റും കെൽവിനും സ്കെയിൽ ആവുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 574.25 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കെൽവിനും ഒന്ന് തന്നെയാണ്. അതുപോലെ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തുല്യമാവുന്നത് -40 ഡിഗ്രി സെൽഷ്യസ്
സെൽഷ്യസാണ്. -40 ആണ് ഫാരൻഹീറ്റിലും -40 ഫാരൻഹീറ്റാണ്. കിട്ടുമല്ലോ. നീളത്തിൻ്റെ യൂണിറ്റ് നോക്കാം. അടുത്തത് നീളത്തിൻ്റെ യൂണിറ്റിനെ മീറ്റർ എന്ന് വിളിക്കുന്നു. പ്രവേഗത്തിൻ്റെ യൂണിറ്റിനെ മീറ്റർ/സെക്കൻഡ് എന്ന് വിളിക്കണം. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്² എന്ന് വിളിക്കണം. നീളത്തിൻ്റെ അംഗീകൃത യൂണിറ്റ് നിങ്ങൾക്കറിയാം മീറ്റർ, പ്രവേഗത്തിൻ്റെത് മീറ്റർ/സെക്കൻഡ്, ത്വരണത്തിൻ്റെത് ഏതാണ് മീറ്റർ/സെക്കൻഡ്² എന്ന് പറയണം അല്ലേ. അത് ഇത്രയുമാണ് നമ്മുടെ കൊച്ചു ക്വസ്റ്റ്യനുകളെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചു കാര്യങ്ങളെ ഞാൻ ഒത്തിരി സമയം എടുക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട സമയം, പിന്നെ ആഴ്ചതോറും ഒന്ന് റിവിഷൻ നടത്തുന്നത് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി ആരായിരുന്നടെ? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരല്ലേ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത്? എന്നാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്? 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. അതിൻ്റെ തിരക്കഥ നമ്മുടെ MT വാസുദേവൻ നായരുടെയാണ് കേട്ടോ. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചത് 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചത് 95. നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. പ്രധാനപ്പെട്ട കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ് കാലം, മഞ്ഞ്, കാലത്തിനൊക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് MT വാസുദേവൻ നായരുടെ. കാലത്തിലെ കഥാപാത്രമാണ് സേതു എന്ന കഥാപാത്രം കാലത്തിലെയും, സർദാർജി, ബുദ്ധു, വിമല എന്നീ കഥാപാത്രങ്ങൾ മഞ്ഞിലാണ്. സർദാർജി, ബുദ്ധു, വിമലയൊക്കെ മഞ്ഞിൽ. ഭ്രാന്തൻ വേലായുധൻ, ഇരുട്ടിൻ്റെ ആത്മാവ്, MTയുടെ ഇരുട്ടിൻ്റെ ആത്മാവിലെ കഥാപാത്രം ഭ്രാന്തൻ വേലായുധനാണ്. ഭീമൻ എന്ന കഥാപാത്രം MTയുടെ രണ്ടാം ഊഴത്തിലാണ്. MTയുടെ രണ്ടാം ഊഴത്തിൽ ഭീമൻ എന്ന കഥാപാത്രം. അപ്പുണ്ണി എന്ന കഥാപാത്രം നാലുകെട്ടിലെയാണ്. MTയുടെ നാലുകെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. MTയുടെ ആദ്യത്തെ കൃതിയുടെ പേര് നാലുകെട്ട് എന്നാണ്. അവസാനത്തെ കൃതിയുടെ പേരാണ് അവസാനത്തെ കൃതിയുടെ പേര് വാരണാസി എന്നാണ്. അപ്പം നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നും MT വാസുദേവൻ നായർ അറിയപ്പെടുന്നു. 95 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. നിള, പേരാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ കേരളത്തിലെ 3 ജില്ലകളിലൂടെ ഒഴുകുന്നു. 1 തൃശ്ശൂർ, 2 പാലക്കാട്, 3 മലപ്പുറം. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറമാണ് ഭാരതപ്പുഴ കേരളത്തിലെ 3 ജില്ലകളിലൂടെ ഒഴുകുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ തീരത്തൂടെയും മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലെന്നൊക്കെ ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് ഭാരതപ്പുഴ. പതിക്കുന്നത് പൊന്നാനിക്കടുത്ത് വെച്ച് അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. ഞാൻ കയറി പോകുന്നില്ല. കുറച്ച് സയൻസ് ഇന്ന് കൊച്ചു കാര്യങ്ങളാണ് പഠിഞ്ഞത്. ഇന്ന് തന്നെ അതങ്ങ് പഠിച്ചു തീർത്ത് വെച്ചിരിക്കണേ. ആവശ്യം നിങ്ങളുടെയാണ്. നിങ്ങളുടെ സ്നേഹപരമായ ഓരോ മെസ്സേജുകൾ വായിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. വീണ്ടും നിങ്ങൾ മെസ്സേജ് ഇടുക. എന്തുണ്ടെങ്കിലും നിർദ്ദേശങ്ങളായാലും നിങ്ങൾക്ക് വെക്കാം. പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ തയ്യാറെടുക്കണം, നിങ്ങൾക്ക് ഏതൊക്കെ ഏതെങ്കിലും ടോപ്പിക്ക് പാടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളായിട്ട് വെക്കാം. അതിൽ എനിക്ക് പറ്റുന്ന കണക്ക് ഞാൻ റിവിഷനായിട്ട് കൊണ്ടുതരാം. ഓക്കെ, അപ്പം ഓരോരുത്തരോടും പറയാം ഇന്ന് തന്നെ പഠിച്ച് അത് റിവിഷൻ നടത്തി വെക്കുക. നല്ലൊരു റാങ്ക് മേക്കിംഗ് സീരീസുമായിട്ട് 6ാം ഘട്ടം അടുത്ത ആഴ്ച തന്നെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.